ഹരിശ്രീ ഗണപതായ നമഃ. വിഘ്നമസ്തു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സൗന്ദര്യലഹരിയിൽ 9ാമത്തെ വരികളാണ് അടുത്തത്. മഹിം മൂലാധാരേ കമഭിമണിപുരേ കുതവഹം സ്ഥിതം സ്വാദിഷ്ടാനി ഹൃദി മരുതമാകാശമുപരി മനോഭിഭൂഭ്രൂമധ്യേ സകലമഭിഭിത്വാം കുലപദം സഹസ്രാരേ പത്മസഹ രഹസ്യം പത്യാ വിഹസരേ. അല്ലയോ സമയ എന്ന ചന്ദ്രകലാശക്തിരൂപിണി, ദേവിയെ പറയുന്ന സമയ എന്ന ചന്ദ്രകലാശക്തിരൂപിണി, നിൻ തിരുവടി സർവാധാരഭൂതമായ മൂലാധാര ചക്രത്തിൽ പൃഥ്വി അതായത് ഭൂമി, ബീജതത്വത്തെയും മണിപൂരചക്രത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നിതത്വത്തെയും അനാഹത ചക്രത്തിൽ വായുതത്വത്തെയും അതിന് മുകളിൽ വിശുദ്ധി ചക്രത്തിൽ ആകാശതത്വത്തെയും ഭൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും അങ്ങനെ സൂക്ഷ്മനാം മാർഗത്തെ മുഴുവൻ ഭേദിച്ച് സഹസ്രാരഭം പത്മത്തിൽ വിജനത്തിൽ പതിയായ സദാശിവനോടുകൂടി ക്രീഡിക്കുന്നു. അതായത് കുണ്ടലിനി ശക്തി ഷഡാധാരങ്ങളെയും 25 തത്വങ്ങളെയും കടന്ന് സഹസ്രാളകമലത്തിൽ ചെന്ന് പതിയായ പരമശിവനോട് കൂടി ക്രീഡിക്കുന്ന അവസ്ഥയെയാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പോൾ ദേവി ഇല്ലെങ്കിൽ ശിവനില്ല എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. എല്ലാവരും കാണുക. സാനിത ശങ്കരനാരായണൻ എന്നാണ് അതിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.